ഓക്കെ, നമ്മളിനി പ്രോബ്ലത്തിലേക്കാണ് കിടക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇത് മൂന്നും കൂടെ ഒരുമിച്ച് വരുന്ന കണക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിലെങ്ങനെയാണ് ചെയ്യൽ? ഇതെല്ലാവർക്കും വളരെ കൺഫ്യൂഷനാണ് എന്ന് പറയുന്നൊരു സംഭവമാണ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന മാതിരി അത്ര ടഫൊന്നും ഈ സാധനത്തിനില്ല. വേറെ കാര്യം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത്, അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഉറപ്പുള്ള എല്ലാ ഉത്തരം എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്താകാൻ പാടുള്ളൂ, ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. 8 മാർക്ക് കണ്ടായിട്ട് ആദ്യം തന്നെ അതിലേക്ക് ചാടി വീഴരുത്. കാരണം ബാലൻസ് ഷീറ്റ് നമുക്ക് ടാലി ആവണം. ടാലി ആയിട്ടില്ലെങ്കിൽ അത്രയും സമയം എന്താണ് നമ്മളത് വേസ്റ്റാണ്. വേസ്റ്റ് മീൻസ് പിന്നെ നമ്മൾ അതിൻ്റെ പേരിൽ എന്താകും ഒരുപാട് നോക്കി ടൈം അങ്ങനെ കളയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ആദ്യം തന്നെ എന്താകരുത്, ഇതിലേക്ക് ചാടി വീഴരുത് എന്നാണ് പറയുന്നത്. സാവധാനം എന്താക്കിയാൽ മതി, മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. നമ്മൾ ഒരു 4-5 പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുണ്ട്. ഓരോ പ്രോബ്ലം നമ്മൾ ഓരോ വീഡിയോ ആക്കിയിട്ടാണ് എന്താവുന്നത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാനുള്ള മെത്തേഡുകളാണ് നമ്മൾ ആദ്യം പറയുന്നത്. അത് ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തായി പ്രശ്നം കഴിഞ്ഞു. നോക്കാം, ഈ ട്രേഡിംഗ് അക്കൗണ്ട്, ആദ്യം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാവുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാവുക, ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാവുക, ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നോ ഈ കണക്ക് കഴിഞ്ഞു. സിമ്പിൾ സാധനമാണ്. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉണ്ടാവാനുള്ള സാധനങ്ങൾ ഏതൊക്കെയെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ, ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ, ഒന്ന് കഴിഞ്ഞു. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ, ക്ലോസിംഗ് സ്റ്റോക്ക് അവിടെ. ഇനി പർച്ചേസ് ഇവിടെ, സെയിൽസ് ഇവിടെ, പർച്ചേസ് ഇവിടെ, സെയിൽസ് അവിടെ. ഓക്കെ, ഇനി പർച്ചേസിലും സെയിൽസിലും നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നെറ്റ് പർച്ചേസാണ്. നെറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ കുറച്ചതാണ് ഈ പർച്ചേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കറക്റ്റ് കച്ചവടം എത്രയാണ് നടന്നത്. ഇപ്പോൾ ഒരു 20,000 കച്ചവടം നടന്നു, 2,000 രൂപേൻ്റെ സാധനം തിരിച്ചു വന്നു. അങ്ങനെയെങ്കിൽ 18,000 കച്ചവടം നടന്നിട്ടുള്ളത്, അതാണ് ഈ 18,000 ഇവിടെ എഴുതേണ്ടത് നടത്തും. സെയിൽസും അങ്ങനെ തന്നെയാണ്. ഓക്കെ, നമ്മളെന്താക്കി, 30,000 രൂപേൻ്റെ സാധനം നമ്മൾ വിറ്റു, 2,000 രൂപേൻ്റെ സാധനം തിരിച്ചു വന്നു. അങ്ങനെ 28,000 എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ആ നെറ്റ് പർച്ചേസും നെറ്റ് സെയിൽസുമാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി വേണ്ടത് ഇവിടെ നമുക്ക് എഴുതേണ്ടത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ് ഇത്രയും എഴുതി കഴിഞ്ഞാൽ എന്തായിരുന്നോ നമ്മളെ ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞു. ഓക്കെ, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഡയറക്റ്റ് ആയിട്ടുള്ള നേരിട്ടുള്ള എക്സ്പെൻസ്. അപ്പോൾ ഈ ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇത് പിന്നെ തിരിച്ചറിയാനുള്ള ഒരു വഴി മാത്രം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തായി പ്രശ്നം തീർന്നു. അതായത് ഒരു പ്രൊഡക്റ്റ് ആവുന്നത് വരെയുള്ള എല്ലാ ചിലവും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതിന് ശേഷമുള്ളത് ഒക്കെ എന്താണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, ഞാനൊരു ചെരുപ്പിൻ്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ചെരുപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റബ്ബർ എന്താക്കി കൊണ്ടുവരുമ്പം ആ റബ്ബർ വാങ്ങാനുള്ള പൈസ അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, പിന്നെ അതിനെന്താക്കി തലച്ചുവടായിട്ട് എന്താ അയാൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന പൈസ എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതിന് നമ്മൾ കാരേജ്, അതല്ലെങ്കിൽ കാരേജ് ഇൻവാർഡ് എന്ന് പറയും. കാരേജ് എന്ന് പറഞ്ഞാലും കാരേജ് ഇൻവാർഡ് എന്ന് പറഞ്ഞാലും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതേസമയം കാരേജ് ഔട്ട്വാർഡ് എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. അതെന്താണെന്നറിയോ, പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താക്കുകയാണ്, തിരിച്ചു കൊണ്ടുപോവാണ്. എങ്ങോട്ട്, ആളുകൾക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ വേറെ കടകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ചുമട്ട് കൂലിയാണ് കാരേജ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞ സാധനം. ആ കാരേജ് ഔട്ട്വേർഡ് എന്താണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് ആ സാധനം എന്താവുന്നത് കൊണ്ടുപോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. എന്താ ഇമ്പോർട്ട് ഡ്യൂട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ സാധനം കിട്ടി ഇറക്കുമതി, വിദേശത്ത് നിന്ന് സാധനം ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്മേൽ കൊടുക്കുന്ന ടാക്സും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്താ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പിന്നെ ഫ്യൂവല്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്യാസ്, വാട്ടർ, ഈ സാധനങ്ങളൊക്കെ എന്താണ്, ഈ പിന്നെ പവർ, ഈ സാധനങ്ങളൊക്കെ എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് എന്നെന്താക്കുക നമ്മൾ കോമൺ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഫ്രൈറ്റ്, അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ കുറച്ച് സാധനങ്ങളുണ്ട്, എല്ലാം കൂടെ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കുക, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത് വരെ അതിന്മേൽ എന്തൊക്കെ സാധനങ്ങൾ ചിലവ് വരുന്നുണ്ടോ അതൊക്കെ എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതാണ് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. ഇനി അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്താണ് രേഖപ്പെടുത്തുക നോക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ രേഖപ്പെടുത്തുക. ഇവിടെ നമ്മൾ രേഖപ്പെടുത്തുന്നത്
ഇത് ഇവിടെ സെയിൽസ് നമ്മൾ കൊടുത്തില്ലേ, സെയിൽസാണ് നമ്മൾ ഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ രേഖപ്പെടുത്തൽ എന്താണ്? ഇൻഡയറക്റ്റ് ഇൻകമാണ്. സെയിൽസ് അല്ലാത്ത എല്ലാ ഇൻകും വരുമാനം നമ്മൾ ഈ ഭാഗത്ത് രേഖപ്പെടുത്തും. എക്സ്പെൻസ്, ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലാത്ത എല്ലാ സാധനങ്ങളും നമ്മൾ എന്താക്കും? ഇവിടെ രേഖപ്പെടുത്തും, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ, അതൊക്കെ നമ്മൾ ഈ ഭാഗത്താണ് രേഖപ്പെടുത്തുക. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടതിൽ വേറെ സംഭവമുണ്ട്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സാധനത്തിലും നമ്മൾ ഈ വർഷത്തേത് മാത്രമേ രേഖപ്പെടുത്തുള്ളൂ. അപ്പോൾ നിങ്ങളൊന്നിങ്ങനെ ആലോചിച്ച് നോക്ക്, നമ്മളെന്താക്കി? അധികം പ്രീപെയ്ഡ് വേജസ്, കൂലി എന്തായി നമ്മൾ നേരത്തെ കൊടുത്തു എന്ന് പറഞ്ഞാൽ അടുത്ത മാസത്തേക്കും കൂടെ ഉള്ള കൂലി ഈ മാസം കൊടുത്തു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വർഷം കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത മാസത്തേക്കുള്ള എന്താവില്ല, നമ്മളിവിടെ കൂട്ടൂല. അപ്പോൾ 10,000 നമ്മൾ ട്രയൽ ബാലൻസിൽ നമ്മൾ കണ്ടു. അടിയിൽ നമ്മളോട് പറഞ്ഞു അത് അതിൽ 1000 എന്താണ്? പ്രീ പെയ്ഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വർഷത്തേത് മാത്രമേ എന്താവുള്ളൂ രേഖപ്പെടുത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആ 10,000 1000 അങ്ങോട്ട് മൈനസ് ചെയ്തിട്ട് എന്താക്കും? 9,000 മാത്രമേ നമ്മൾ എന്താവുള്ളൂ രേഖപ്പെടുത്തുള്ളൂ. ക്ലിയർ ആണോ? ഇനി വേറൊന്ന് ആലോചിച്ച് നോക്ക്, 10,000 കൊടുത്തു, സാലറി 10,000 കൊടുത്തു, നമ്മളോട് പറഞ്ഞ് 1000 കൊടുക്കാനുണ്ട്. എന്നാൽ ഈ 1000 ഈ വർഷത്തേതല്ലേ, അതുകൊണ്ടല്ലേ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞത്. അതിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതും കൂടെ കൂട്ടിയിട്ടാണ് ഇത് 11,000 ആണ് ഈ വർഷത്തേന്ന് ചെയ്തു. അപ്പോൾ ഈ ഒരു ബോധം എന്താക്കണമെന്നോ ശരിക്കും നമ്മൾ ഈ പിന്നെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഉണ്ടാവണം. പിന്നെ ഒരു കാര്യം, വേറെ സാധനം കൂടെ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്നൊരു 2-3 സാധനം ഉണ്ട് ഇവിടെ. അതെന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്ന് കാരേജ് എന്ന് പറഞ്ഞു, കാരേജ് എന്ന് മാത്രം പറഞ്ഞു, അല്ലെങ്കിൽ കാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞു. ഇത് രണ്ടും എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതേസമയം കാരേജ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞു, എന്താണെന്നുള്ളത് നേരത്തെ വിശദീകരിച്ചു. ഇതെന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പം ഇത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് പോവുക, എന്നാൽ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് പോവുക. ക്ലിയർ ആണോ? രണ്ട് സ്ഥലത്തേക്കാണ് പോകുന്നർത്ഥം. ഇനി ചിലപ്പോൾ നിങ്ങളോട് പറയും സാലറി, വേജസ്, ഇങ്ങനെ പറയും. സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് പോവുക, വേജസ് ഡയറക്റ്റ് എക്സ്പെൻസിലേക്കാണ് പോവുക, അതായത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് പോവുക. ചിലപ്പോൾ നിങ്ങളോട് പറയും സാലറി ആൻഡ് വേജസ് എന്ന് പറയും. അപ്പോൾ ഇതിൽ ആദ്യം വന്ന സാധനം ഏതാ? സാലറി ആൻഡ് വേജസ് എന്നാണ് പറഞ്ഞത്. ആദ്യം വന്നത് ഏതാ? സാലറിയാണ്. അപ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് പോവുക. ഇനി നിങ്ങൾക്ക് തിരിച്ച് പറയുകയാണെന്ത്? വേജസ് ആൻഡ് സാലറി എന്നാണ് പറഞ്ഞത്, വേജസ് ആൻഡ് സാലറി. അപ്പോൾ ആദ്യം വന്നത് വേജസ് ആണ്. വേജസ് എവിടെയാണ്? ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കൺഫ്യൂഷനുള്ള സാധനമുണ്ട്. അതെന്താക്കണം? നല്ല രൂപത്തിൽ എന്താക്കണം എന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി നമ്മൾ അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടും കഴിഞ്ഞു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ വരയ്ക്കാനുള്ള സാധനം ഒന്നെന്താണ്? ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവുക എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവുക ലാബിലിറ്റിയും അസറ്റും മാത്രമേ എന്തുണ്ടാവുള്ളൂ? ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവുള്ളൂ. ലാബിലിറ്റി, അസറ്റും. ഈ രണ്ട് ഭാഗവും നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കുന്നോ അവസാനം നമുക്ക് കിട്ടുന്ന ഈ 2 എമൗണ്ട് എന്തായിരിക്കും? തുല്യമായിരിക്കും. അതാണ് നമ്മൾ ഈ ടാലി ആവുക എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, ഇനി നമ്മൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കണക്കിൻ്റെ സമയത്ത് ആവശ്യമാകുമ്പോൾ എന്താക്കാം? നമുക്കതിങ്ങനെ ചെയ്ത് തീർക്കാം. നോക്കട്ടോ, നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മൾ കണക്ക് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് എന്താക്കാന്നോ, ഇത് ഏതൊക്കെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഏത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഏത്, ബാലൻസ് ഷീറ്റിലേക്ക് ഏത് എന്ന് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് തരംതിരിക്കുക. ഇവിടെ കണ്ടോ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഇത് എവിടെയാണ്? OS എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. ഓർമ്മണ്ടല്ലോ, ട്രേഡിംഗ് അക്കൗണ്ടാണ്. പർച്ചേസോ അതും ട്രേഡിംഗ് അക്കൗണ്ടാണ്. സെയിൽസോ അതും ട്രേഡിംഗ് അക്കൗണ്ടാണ്. ഫ്രൈറ്റ് അതും എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. സാലറീസ് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. സൺട്രി ഡെപ്റ്റേഴ്സ് ഇത് ഏതിലേക്കാണ്? ബാലൻസ് ഷീറ്റിലേക്കാണ്. കാരണം ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അസറ്റ് അല്ലേ, ബാലൻസ് ഷീറ്റിലേക്കാണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലാബിലിറ്റിയാണ്, അതും ബാലൻസ് ഷീറ്റിലേക്കാണ്. അടുത്ത ലാൻഡ് ആൻഡ് ബിൽഡിങ് അതും ബാലൻസ് ഷീറ്റിലേക്കാണ്, കാരണം എന്താണ്? അസറ്റാണ്. അടുത്തത് ഇൻട്രസ്റ്റ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ഭാഗത്താണ് ഉള്ളത്. ക്രെഡിറ്റ് ഭാഗത്ത് ഇൻട്രസ്റ്റ് വരികയാണെങ്കിൽ അതിന് അർത്ഥം എന്താ? അത് ഇൻകാണെന്നാണ്. കാരണം ഇൻകം ക്രെഡിറ്റ് ഭാഗത്താണ് ഉണ്ടാകുക. അതിന് 600 ഇവിടെ നിന്ന് വന്നെങ്കിലോ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഡെബിറ്റ് ഭാഗത്ത് വന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് ചിലവാണ്. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുത്തതാണ്. ക്രെഡിറ്റ് ഭാഗത്ത് കണ്ടാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടിയതാണ്, ഡെബിറ്റ് ഭാഗത്ത് കണ്ടാൽ നമ്മൾ അങ്ങോട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയായാലും ഇൻട്രസ്റ്റ് എന്തിൽ പെട്ടതല്ല? ഡയറക്റ്റ് എക്സ്പെൻസ് പെട്ടതല്ല. ഡയറക്റ്റ് എക്സ്പെൻസിൽ പെടാത്തൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ്. പക്ഷേ ഇവിടുത്തെ എക്സ്പെൻസ് അല്ല, എന്താണ്? ഇൻകാണ്. അപ്പോൾ അതെന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ഇൻഡയറക്റ്റ് ഇൻകാണ്. അടുത്ത റെൻറ്റും എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ് കേട്ടോ. അപ്പോൾ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. അടുത്ത് നോക്കുക, ഫർണിച്ചർ എന്നുള്ള എന്താണ്? അതൊരു അസറ്റാണ്, ബാലൻസ് ഷീറ്റ്. ഇൻഷുറൻസ് ചാർജ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? അത് എക്സ്പെൻസ് എന്ന് മനസ്സിലായി. ഇൻഷുറൻസ് ഒക്കെ എന്താണ്? ഒരു പ്രൊഡക്റ്റുമേ ഡയറക്റ്റ് ബാധിക്കുന്ന, അല്ലെങ്കിൽ ബിസിനസ്സിനെ മൊത്തത്തിൽ ബാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതെന്തിൽ പെട്ടതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പെട്ടതാണ്. ഇനി ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ലാബിലിറ്റിയാണ്. അതുകൊണ്ട് അത് ബാലൻസ് ഷീറ്റ് പെട്ടതാണ്. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈമാറുള്ള ക്യാഷ് ബാലൻസ് ഷീറ്റ് പെട്ടതാണ്. ക്യാഷ് അറ്റ് ബാങ്ക് അതും ബാലൻസ് ഷീറ്റിലേക്കുള്ളതാണ്. ഇനി നമ്മൾ ഈ അഡീഷണൽ ഇൻഫർമേഷൻ കൂടെ എന്താക്കണം? നമ്മൾ പരിഗണിക്കണം.
ക്ലോസിംഗ് സ്റ്റോക്ക് 40,000. ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മളെ ട്രേഡിംഗ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്. ഫ്രൈറ്റ് ഔട്ട്സ്റ്റാൻഡിങ്, അപ്പോൾ ഫ്രൈറ്റ് നമ്മൾ മേലെ എഴുതിയിട്ടുണ്ട്, അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട സാധനമാണ്. പിന്നെ സാലറി പ്രീപെയ്ഡ്, സാലറി നമ്മൾ മേലെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡിപ്രിസിയേറ്റ് ഫർണിച്ചർ, അപ്പോൾ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. ഇൻട്രസ്റ്റ് അക്രൂഡ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് നമുക്ക് എന്താക്കിയിട്ടുണ്ട്, നമ്മളിതായിട്ടുണ്ട്, പക്ഷേ എന്തായാലും കിട്ടിയിട്ടില്ല, കയ്യിൽ കിട്ടില്ല, അതിന് ഇൻട്രസ്റ്റ് അക്രൂഡ് എന്ന് പറയാം. അപ്പോൾ മേലെ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ് വേണ്ടത്. നമ്മളോട് പറഞ്ഞാൽ എന്താണെന്നറിയോ, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം, ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, 3 ഉണ്ടാക്കണം. മാർക്ക് നോക്കിയാൽ മതി, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സാധനം എന്താവുകയാണ്, സാവധാനം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താവാന്നോ, ഇത് 3 കൂടെ ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. 3 കൂടെ എന്താക്കുക, 3 കോളും നമ്മൾ ഒരുമിച്ച് അങ്ങനെ വരയ്ക്കുന്നത്. എന്നാലേ നമുക്ക് കാര്യങ്ങൾ എന്താവുന്നു ഒന്നും കൂടെ പെട്ടെന്ന് വിട്ടു പോവാതെ കാര്യങ്ങൾ എന്താവും നമുക്ക് ഒന്നും കൂടെ പെട്ടെന്ന് മനസ്സിലാവും. ഒന്ന് നോക്കാമല്ലോ നമ്മൾ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളിവിടെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കി. പിന്നെ നമ്മളിവിടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കി. പിന്നെ കുറച്ചടിയിൽ നമ്മൾ എന്തുണ്ടാക്കി, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി. ബാലൻസ് ഷീറ്റ് കുറച്ചും കൂടെ അടിയിലേക്ക് പോവാം. ബാലൻസ് ഷീറ്റ് ഇനി നമ്മൾ ഓരോന്നിങ്ങനെ പേസ്റ്റ് ചെയ്യാൻ കേട്ടോ. ആദ്യം നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് 24,000. ഓപ്പണിംഗ് സ്റ്റോക്ക് ഏത് ഭാഗത്താണ് ഉണ്ടാവുക നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഇത് ലയബിലിറ്റി, ഇത് അസെറ്റ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ, ഇതാ OS 24,000. അടുത്ത സാധനം എന്താ, പർച്ചേസ് 1,38,000. നമ്മൾ ശ്രദ്ധിക്കണം, ഇതിൽ പർച്ചേസ് റിട്ടേൺ ഉണ്ടോ, പർച്ചേസ് റിട്ടേൺ എന്തായാലും നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അതുകൊണ്ട് 1,38,000. 1,38,000. 1,38,000 ക്ലിയർ ആണോ? ഇതൊക്കെ നമ്മൾ നേരത്തെ ഫോർമാറ്റിൽ പറഞ്ഞ സാധനമാണ് കേട്ടോ, പർച്ചേസ് എവിടെ രേഖപ്പെടുത്തേണ്ടതെന്നുള്ളത്. പിന്നെയുള്ളത് സെയിൽസ് റിട്ടേൺ ഇവിടെ ഇല്ല, അതുകൊണ്ട് 2,68,000. സെയിൽസ് 2,68,000. ഓക്കെ, ഇനി അടുത്ത സാധനം എന്താ, അപ്പോൾ ഇതാ ഈ 3 ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത സാധനം എന്താ, ഫ്രൈറ്റാണ്. ഫ്രൈറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസിൽ പെട്ടതാണ് ഈ ഫ്രൈറ്റ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഫ്രൈറ്റിന് വേറെ ചെറിയ പ്രശ്നമുണ്ട്. ഫ്രൈറ്റിന് ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ടെന്നോ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതേതാ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇതാ ഫ്രൈറ്റ് ഔട്ട്സ്റ്റാൻഡിങ് 2,000. അതൊരു എക്സ്പെൻസാണ്, ഡയറക്റ്റ് എക്സ്പെൻസാണ്. അതിൽ ഔട്ട്സ്റ്റാൻഡിങ് അത്ര കിടക്കുന്നുണ്ട്, 2,000 കിടക്കുന്നുണ്ട്. കൊടുത്തത് എത്രയാണ്, 24,300 ഇനി അതിൽ 2,000 എന്തുണ്ട്, കൊടുക്കാനുണ്ട്. അപ്പോൾ ടോട്ടൽ ഈ വർഷത്തെ ഫ്രൈറ്റ് എത്രയാണ്, 26,300. അപ്പോൾ നോക്കുക, ഫ്രൈറ്റ് 26,300. നിങ്ങളിവിടെ എഴുതേണ്ടത് 24,300 പ്ലസ് 2,000 എഴുതണം കേട്ടോ. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ട് 2,000 എഴുതണം. അപ്പോൾ 26,300. ഇനി നോക്കട്ടോ, ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു സാധനം കൂടെ ഉണ്ട്. ഫസ്റ്റത്തെ സാധനം നമ്മൾ രേഖപ്പെടുത്തും, അതും കൂടെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എന്തായി, പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ ഫ്രൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 ഭാഗത്ത് രേഖപ്പെടുത്തണം. 2 ഭാഗത്തൊക്കെ ക്ലോസിംഗ് സ്റ്റോക്ക് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിലൊന്ന് ഇവിടെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. എത്രയാണ് ക്ലോസിംഗ് സ്റ്റോക്ക്, എത്രയാണ്, 40,000. 40,000 ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഇനി നമ്മൾ ഒരു സ്ഥലത്തും കൂടെ രേഖപ്പെടുത്തണം. അത് എവിടെയാണ്, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് ഭാഗത്ത്. ക്ലോസിംഗ് സ്റ്റോക്ക് 40,000. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് 40,000. ഇനി നമ്മൾ അടുത്ത സാധനം എന്താ, അപ്പോൾ നമ്മളിവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്തായി ടിക്ക് ചെയ്താൽ ഇനി നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത വരുന്ന സാധനം ഇവിടെ സാലറിയാണ്. സാലറി എത്ര, 65,000. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കുക, ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്തെങ്കിലും കൊടുക്കാണ്ടോ, ഇല്ല. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ എല്ലാ സാധനവും എന്തായിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താക്കാം, നമുക്ക് ഈ ട്രേഡിംഗ് അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാം. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ട് നമ്മളൊന്ന് ബാലൻസ് ചെയ്യാൻ നോക്കുക. എത്രയാണ് വരുന്നത്, ഈ ഭാഗം 24,000 പ്ലസ് 1,38,000. 1,38,000 പ്ലസ് 26,300.
ഓക്കെ, 1,88,300 ഈ ഭാഗത്ത് വരുന്നത്. അത് നമ്മൾ എഴുതാനായിട്ടില്ല, കാരണം വലുത് ഏതാണോ ആ വലുതാണല്ലോ നമ്മളിവിടെ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ 1,88,300. ഇനി അങ്ങേ സൈഡ് നോക്കുക, 2,68,000 പ്ലസ് 40,000. അപ്പോൾ ഇവിടെ 3,08,000 അങ്ങേ സൈഡ് വരുന്നത്. അപ്പം ഈ 3,08,000 എന്നുള്ളത് അത് തന്നെയാണ് എന്ത് വലുത് അല്ലേ? വലുത് ഏതാണ്? ഈ ഭാഗത്തുള്ളതാണ്. അപ്പോൾ 3,08,000. ഇവിടെ അങ്ങനെ തന്നെ 3,08,000. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ കുറവുള്ളത്, ആ കുറവുള്ള ഭാഗത്ത് നമ്മൾ ഇരുന്നത് ഗ്രോസ് പ്രോഫിറ്റ് എന്നാട്ടോ, ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് എത്ര? 3,08,000 മൈനസ് 1,88,300 അല്ലേ? 1,88,300, 1,19,700, 1,19,700. ഇതാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഈ ഗ്രോസ് പ്രോഫിറ്റാണ് നമ്മൾ എന്താക്കേണ്ടത്? ഇനി അടുത്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ആദ്യം രേഖപ്പെടുത്തേണ്ട സാധനം ഏതാണ്? ഈ ഗ്രോസ് പ്രോഫിറ്റാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, പ്രോഫിറ്റ് ആണെങ്കിലാണ് നമ്മൾ അത് ഇവിടെ ചെയ്തു, ലോസ് ആണെങ്കിൽ ബാലൻസ് ഇവിടെ വരിക. അപ്പോൾ എന്താക്കും? നമ്മളത് എടുത്തിട്ട് ഇങ്ങോട്ട് ചെയ്തു. ഇവിടെ ഏതാണ്? പ്രോഫിറ്റാണ്. അതുകൊണ്ട് നമ്മൾ എന്താക്കുന്നത്? ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഇതിന് 1,19,700. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ഫിനിഷായി. ഇനി എന്താണ്? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ് നോക്കുക. അതാ ഫസ്റ്റ് തന്നെ ഒന്ന് സാലറിയാണ്. സാലറി എത്ര? 65,000. അഡ്ജസ്റ്റ്മെൻറ്റ് വല്ലതും ഉണ്ടോ നോക്ക്. ഉണ്ട്. സാലറി പ്രീപെയ്ഡ്, സാലറി എന്താക്കിയിട്ടുണ്ട്? പ്രീപെയ്ഡ് കൊടുത്തിട്ടുണ്ട്. സാലറി പ്രീപെയ്ഡ് എന്താക്കിയിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. എത്ര? പ്രീപെയ്ഡ് 5,000. മുൻകൂട്ടി കൊടുത്ത എത്രയാണ്? 5,000. അപ്പോൾ അത് ഈ വർഷത്തെ പെട്ടതല്ല. ടോട്ടൽ 65,000 കൊടുത്തിട്ടുണ്ട്. ആ 65,000 നമ്മളോട് പറഞ്ഞാൽ എന്താ? 5,000 പ്രീപെയ്ഡാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ വർഷത്തേത് എത്ര മാത്രമേ ഉള്ളൂ? 60,000 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം സാലറി എന്നുള്ളത് എന്താണ്? ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് മൊത്തം ഈ ഭാഗത്താണ് വരിക. സാലറി 65,000